വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും അനുമോദിച്ചു. കോന്നി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കോന്നി മെറിറ്റ് ഫെസ്റ്റിന്റെ അവാർഡ് വിതരണം അടൂർ പ്രകാശ് MP നിർവഹിച്ചു. MG രാജമാണിക്യം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ വിജയിച്ചിട്ടുള്ള കുട്ടികൾക്ക് കോന്നി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷമായി നടത്തിവരുന്ന അവാർഡ് ദാനമാണ് ഈ പ്രാവശ്യവും നടത്തുന്നത്. ഇതിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നുള്ള കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ റോബിൻ പീറ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നം? കോന്നി കൾച്ചറൽ ഫോറം ഈ വർഷം നടത്തുന്നത് 12ാമത് കോന്നി മെറിറ്റ് ഫെസ്റ്റ് ആണ്. കഴിഞ്ഞ 11 വർഷവും വളരെ കൃത്യമായി ചിട്ടയായി കേരളത്തിൽ ഒരുപക്ഷെ ഇത്ര കൃത്യമായി നടത്തുന്ന മെറിറ്റ് ഫെസ്റ്റുകൾ കുറവാണ്. അത് ഒരു തടസ്സവുമില്ലാതെ ഈ വർഷവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കോന്നി നിയോജകമണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 30-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഏതാണ്ട് 400ഓളം അടുത്ത് കുട്ടികളാണ് ഈ പ്രാവശ്യത്തെ മെറിറ്റ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കോളേജുകളിലും ഉന്നത യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ 1, 2, 3 സ്ഥാനങ്ങൾ റാങ്കുകൾ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും ഈ മെറിറ്റ് ഫെസ്റ്റിൽ നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകളിൽ 100% വിജയം നേടിയ എല്ലാ സ്കൂളുകൾക്കും പ്രത്യേകമായിട്ടുള്ള പാരിതോഷികങ്ങൾ ഈ മെറിറ്റ് ഫെസ്റ്റിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് ഈ മെറിറ്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഒരുപക്ഷെ വളരെയേറെ താഴെത്തട്ടിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ വളർന്ന് വലുതായി മാറിയ ഇപ്പോ സംസ്ഥാന ഗവൺമെന്റിന്റെ വൈദ്യുതി ബോർഡിന്റെ ചെയർമാനും MDയും ഒക്കെ ആയിട്ടുള്ള ശ്രീ രാജമാണിക്യം IAS അവറുകളാണ് നമ്മുടെ മെറിറ്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെല്ലാം ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് കൾച്ചറൽ ഫോറത്തിന്റെ ചെയർമാനും നമ്മുടെ ആക്ടിംഗ് MPയും കോന്നിയുടെ മുൻ MLAയുമായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് അവറുകളാണ്. അദ്ദേഹം ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും കുട്ടികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും. വളരെ നല്ല പങ്കാളിത്തമാണ് നമുക്ക് ഈ വർഷത്തെ കോന്നി മെറിറ്റ് ഫെസ്റ്റിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നത് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഓർക്കുന്നു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.